മിഡ് വീക്ക് എവിക്ഷൻ ഇന്നലെ നടന്നോ? ആരെങ്കിലും ഔട്ടായോ? വാട്സപ്പ് ഗ്രൂപ്പുകളിലാവട്ടെ സോഷ്യൽ മീഡിയകളിലാവട്ടെ നിറയെ ഔട്ടായി രണ്ടുപേരെ എടുത്ത് വെളിയിൽ എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വോട്ട് സ്പ്ലിറ്റിങ്ങിന് ഭയങ്കരമായിട്ടൊരു മാറ്റം വരും. അപ്പൊ അതുകൊണ്ട് ഇത് യഥാർത്ഥ സംഭവമാണോ, എന്താണ് പ്രേക്ഷകർ ഇപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമായിരിക്കും. കാരണം നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് പോയോ, അല്ലെങ്കിൽ നമ്മൾ ഇനി അവർക്ക് വോട്ട് ചെയ്യണോ ചെയ്യാതിരിക്കണോ എന്നൊക്കെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ആരാ ഔട്ടായത്? നൂറ പോയോ, ആദില പോയോ, നെവിൻ പോയോ, അക്ബർ ആണോ പോയത്? ഡിസർവിങ് അല്ലല്ലോ, ഡിസർവിങ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്, മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ചിട്ട്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. ലൈക്ക്, ഷെയർ, കമന്റ് അപ്പോൾ എല്ലാം ചെയ്യണം, മറക്കരുത്. ഈ പറയുന്ന പോലെ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അത് സാധാരണ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നലെ നടന്നിട്ടുണ്ടാവണം. ഇന്ന് നമുക്കത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ലൈവിൽ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് നടക്കുമായിരിക്കും, നാളെ കാണാൻ പറ്റും. നമുക്കറിയില്ല എന്താണ് നടന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ആദിലെ ഔട്ടായി, നെവിൻ ഔട്ടായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വാസ്തവവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇത് ശരിക്കും ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ, മീൻസ് ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യുന്നവർ ആ വോട്ടിംഗ് അവിടെ നിർത്തും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യുന്നവർ വോട്ട് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് വരാനുള്ള വോട്ട് കുറയും. മീൻസ് ഇപ്പൊ ആദിലേക്ക് നെവിനൊക്കെ പോകാനുള്ള വോട്ടുകൾ കുറയും. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പം എന്താ പറയാ, ഈ പറയുന്ന ഔട്ടായി, പലരും ഔട്ടായി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കാതെ നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നെ നിങ്ങൾ വോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രൊമോ എങ്കിലും വരട്ടെ, ഒരു പ്രൊമോ എങ്കിലും വന്നിട്ട് ആരോ ഒരാൾ ഔട്ട് ആയല്ലോ, അല്ലാതെ പ്രൊമോ വരത്തില്ലല്ലോ എന്ന് കണ്ടിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അറിയാമല്ലോ, PR-കളുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമണ്ടൻ കളിയാണ്. പലരെയും പുറത്താക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാം, ഇപ്പൊ വേണമെങ്കിൽ ഓരോരുത്തരുടെ PR-ന് വേണമെങ്കിൽ പറയാം, അനിമോൾ ഔട്ടായി കേട്ടോ, അപ്പൊ അനിമോക്ക് വോട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അക്ബർ ഔട്ടായി കേട്ടോ, അപ്പൊ അക്ബറിന് വോട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അനീഷ് ഔട്ടായി കേട്ടോ, അപ്പൊ അനീഷിന് വോട്ട് ചെയ്യത്തില്ല. അപ്പൊ ഇങ്ങനെ പല 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 നാടകങ്ങളും കളിച്ചുകൊണ്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഇതെല്ലാം കിടന്ന് കറങ്ങും. അതിൽ ഔട്ടായെന്ന് പറഞ്ഞ് കറങ്ങും, അതിലേക്ക് വോട്ട് പോവാതിരിക്കാൻ. നെവിൻ ഔട്ടായെന്ന് പറഞ്ഞ് കറങ്ങും, നെവിന് വോട്ട് പോവാതിരിക്കാൻ. അപ്പൊ നെവിന്റെ വോട്ടെല്ലാം കൂടെ പിന്നെ പോയി അക്ബറിന് കുത്തും, ആദിലയുടെ വോട്ടെല്ലാം കൂടെ പോയി നൂറയ്ക്ക് കുത്തും. ഇത് അവരുടെ തന്നെ സ്വന്തം PR ചെയ്യുന്ന പരിപാടിയുണ്ട്, ബാക്കിയുള്ളവരുടെ PR-കൾ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഇമാതിരി PR-കളുടെ എനിക്ക് തോന്നുന്നു സീസൺ 4-നകത്ത് ടോക്സിസിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ടോക്സിസിറ്റി അല്ല, പച്ച അപരാധമാണ് PR-കാർ കാണിക്കുന്നത്. കോളേജുകൾ കയറി ഇറങ്ങി വോട്ട് പിടിക്കുക, പിന്നെ പല പല ഭാഷകളിൽ നിന്ന് വോട്ട് പിടിക്കുക, ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക് എല്ലായിടത്തുനിന്നും വോട്ടുകൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു PR-ന്റെ ടീമെന്നല്ല, എല്ലാവരും കണക്കാണ്. കോളേജ്, യൂണിയൻസ്, പാർട്ടി ബേസ്ഡ് വോട്ടുകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഒരു കണ്ടസ്റ്റന്റിനെ ജയിപ്പിക്കാനുള്ളത്. ആരായാലും, ഞാൻ ജനറലി പറയുന്നതാണ്, അനിമോൾ ആയാലും, അനീഷ് ആയാലും, അക്ബർ ആയാലും, ഷാനവാസ് ആയാലും, ബാക്കിയുള്ളവരെന്തായാലും അങ്ങനെ കയറി പിടിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിനകത്തുള്ള കുറച്ച് പേരുടെ കാര്യങ്ങളാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെയാണോ വോട്ട് പിടിച്ച് കണ്ടസ്റ്റൻസിനെ ജയിപ്പിക്കാനുള്ളത്? കോളേജുകൾ കയറി ഇറങ്ങിയും, അല്ലെങ്കിൽ പാർട്ടി എന്താ പറയുക യൂണിയൻ നേതാക്കളെ വിളിച്ചും, പിന്നെ എന്താ പറയുക വിജയ് ഫാൻസ്, സൂര്യ ഫാൻസ്, എൻ്റെ പൊന്നും മക്കളെ, ഇതൊക്കെ എന്തുവാണ് ഈ നടക്കുന്നേ? ശരിക്കും സത്യം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടിന്റെ ബേസിസിൽ. അതും ഉടമ്പടി കരാറിൽ നിങ്ങൾ ഇത്ര വോട്ടുകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളും തിരിച്ച് അതുപോലെ തന്നെ അത്രയും വോട്ടുകൾ തരാം. നിങ്ങളുടെ ബിഗ് ബോസ് നടക്കുകയല്ലേ, നമ്മൾ വോട്ട് പറിച്ചു തരാം. അപ്പൊ ഞാൻ എൻ്റെ പൊന്നെ, ഏതുവരെ PR-കൾ പോകണമെന്ന് നോക്കണേ. അത് ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും PR ഉണ്ട്, എല്ലാവരും കണക്ക് തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം. ലൈവിനകത്ത് അവിടെ ഒന്നുമില്ല. രാവിലെ എല്ലാവരും എഴുന്നേറ്റു, മോർണിംഗ് ടാസ്ക്, ആരടുത്തെങ്കിലും താങ്ക്സോ അല്ലെങ്കിൽ സോറിയോ പറയാനുണ്ടെങ്കിൽ പറയണം. വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.